കേരള ഹിന്ദി പ്രചാരസഭയുടെ മുഖപത്രികയായ കേരള ജ്യോതിയുടെ പത്രാധിപനും തികഞ്ഞ ഭാഷാസ്നേഹിയും ഭാഷാ അധ്യാപകനും അതിനോടൊപ്പം തന്നെ വിവിധ ലേഖനങ്ങൾ, കഥകൾ, കവിതകൾ എന്നിവ വിവിധ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യുകയും കേരള സർക്കാരിൻ്റെ ആദ്യത്തെ വിവർത്തകരത്നം അവാർഡ് ജേതാവായ പ്രൊഫസർ ശ്രീ ഡി തങ്കപ്പൻ നായർ സാറാണ് അന്ന് ബി പോസിറ്റീവിൽ നമ്മോടൊപ്പം. സ്നേഹപൂർവ്വം നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സർ, ആദ്യം തന്നെ പറയട്ടെ, ഒരു വലിയ ശിഷ്യ സമ്പത്ത് അങ്ങേക്കുണ്ടാവും. ശരിക്കും പറയുകയാണെങ്കിൽ ബിഷപ്പൂർ കോളേജിൽ ഭാഷാ അധ്യാപകനായിട്ടാണ് അങ്ങയുടെ ജീവിതം തുടങ്ങുന്നത്. നമുക്ക് അവിടെ നിന്നൊന്ന് സംസാരിച്ചു തുടങ്ങാം സർ. 65 അവിടെ ജോയിൻ ചെയ്തതാണ്. അന്നൊരു ജൂനിയർ കോളേജ് മാത്രമായിരുന്നു. പിന്നെ ഡിഗ്രി കോളേജൊക്കെ ആയതാണ്. റിട്ടയർമെൻറ്റും അവിടെ നിന്നായിരുന്നു. 88 അതെ, ഞാൻ ആദ്യം സൂചിപ്പിച്ച ഒരുപാട് കുരുന്നുകൾ അങ്ങയുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഞാൻ കഴിയുന്ന അത്ര അവരെ ഈ രംഗത്ത് പ്രോത്സാഹിപ്പിച്ചു, പലരെയൊക്കെ ഈ സാഹിത്യ രംഗത്ത് വരാൻ വേണ്ടിയൊക്കെ. ഉദാഹരണമായിട്ട് മധു എറവങ്കരയുണ്ട്, അറിയപ്പെടുന്ന വ്യക്തിയാണ്. പുള്ളി അവകാശപ്പെടുന്നത് എൻ്റെ പ്രോത്സാഹനം കൊണ്ടാണ് ഈ നിലയെത്തിയെന്ന് പുള്ളി പറയുന്നത്. അങ്ങനെ പല ശിഷ്യഗണങ്ങളും ഉണ്ട്. ഒരു അധ്യാപനം ലഭിക്കാവുന്ന ഏറ്റവും വലിയ ബഹുമതി അല്ലേ സർ? അതെ, തീർച്ചയായിട്ടും. സർ, അങ്ങയെക്കുറിച്ച് പറയുമ്പോൾ വീണ്ടും നോക്കുമ്പോൾ അങ്ങക്ക് പുരസ്കാരങ്ങൾ ഒരു പുത്തരിയല്ല. എനിക്ക് തോന്നുന്നു 2009 മഹാരാഷ്ട്ര ഹിന്ദി അക്കാദമിയുടെ അവാർഡ്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ സർ? അതിന് കാരണം എന്ന് പറയുന്നത് ഒരു കവിത, ഗാനഗന്ധി യേശുദാസിൻ്റെ കവിത ഹിന്ദിയിലേക്ക് വിവർത്തനം ചെയ്തു. അത് ആ കവിത വടക്കേ ഇന്ത്യയിൽ വളരെ പ്രചാരം നേടുകയും കിഷൻ ശർമ്മ ആണ്, അദ്ദേഹമാണ് സാഹിത്യ അക്കാദമിയുടെ ഒരു പ്രവർത്തകനായിരുന്നു. അദ്ദേഹം പ്രവർത്തകല്ല, അതിൻ്റെ അധികാരമുള്ള ആളായിരുന്നു. അദ്ദേഹം ശ്രദ്ധിച്ചുമാണ് ഈ കവിത എഴുതിയ ആളിനെ പിന്നീട് അന്വേഷണം തുടങ്ങിയ അദ്ദേഹമാണ് ആരാണെന്നുള്ളത്. ആ അന്വേഷണം ഇവിടെ കൊണ്ട് എത്തിച്ചതാണ് ഈ അവാർഡ്. ഈ കവിത തർജ്ജമ ചെയ്യാനുള്ള കാരണം യേശുദാസിൻ്റെ ഉത്തമ സുഹൃത്തും ഇതിൻ്റെ റെക്കോർഡിസ്റ്റും മിസ്റ്റർ കരുണാകരനുണ്ട്. കൂടാതെ അദ്ദേഹത്തിൻ്റെ വാത്സല്യ വാചനമായിട്ടുള്ള കെ മുരളീധരൻ, ഇന്ത്യ പേരസ്പര ജീവനക്കാരനും കൂടെയാണ്. ഇവർ രണ്ടുപേരുമാണ് അതിൻ്റെ കവിത തർജ്ജമ ചെയ്യാൻ പ്രേരണ. പിന്നെ അങ്ങനെയാണ് അദ്ദേഹം നോക്കിയപ്പോഴത്തേക്ക് ഹിന്ദി രംഗത്തുള്ള പ്രവർത്തനങ്ങളും സംഭാവനകൾ വിലയിരുത്തിക്കൊണ്ടാണ് ഈ അവാർഡിലേക്ക് നയിച്ചത്. സാർ, എനിക്ക് തോന്നുന്നു അങ്ങയുടെ ജീവിതത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അങ്ങേ എല്ലാ സ്ഥലങ്ങളിലും അങ്ങ് അർഹിക്കുന്ന രീതിയിൽ അങ്ങക്ക് പ്രാധാന്യം കിട്ടണമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഒരു നിഷ്കാമ സേവനം നയിക്കുന്ന ഒരു ഉത്തമ ചങ്ങാതിയെന്നോ ശിഷ്യനെന്നോ ഒക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരാൾ അങ്ങക്കുണ്ട്. ഒന്ന് പറയാം. കെ മുരളീധരനാണ്. അതെ, ഹിന്ദി പേരസ് ജീവനക്കാരും കൂടിയാണ്. എൻ്റെ മകനെ മാതിരിയുള്ള വാത്സല്യം എനിക്കുണ്ട്, പുസ്തകജമായ സ്നേഹം എന്നോടുമുണ്ട്. ഈ എല്ലാത്തും ഊർജ്ജം പകർന്നു തരുന്നത് ആ മുരളീധരനാണ്, ആ വ്യക്തിത്വമാണ്. സർ, പിന്നീട് അങ്ങയിലേക്ക് നോക്കുമ്പോൾ അങ്ങയുടെ വേൾഡ് സാഹിത്യങ്ങളൊക്കെ തന്നെ അതിൽ തൻ്റേതായിട്ടുള്ള മികവ് അങ്ങ് തെളിയിച്ചിട്ടുണ്ട്. പലരുടെയും പ്രമുഖരുടെ പലതും അങ്ങ് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ആ സാഹിത്യങ്ങളെക്കുറിച്ചൊന്ന് പറയാമോ? DC ബുക്സ് വിശ്വസാഹിത്യമാലയെ പറ്റി ആ ഒന്നാമത്തെ പുസ്തകം എൻ്റെ പുസ്തകം തുടങ്ങുകയാണ് ചെയ്യുന്നത്. ലോകത്തെ കൂനം വെച്ചാണ് തുടങ്ങുന്നതാണ്. അപ്പം DC ബുക്സിൽ ഇതിനു മുമ്പ് തന്നെ അന്ന് ബുക്ക് ക്ലബ് ആയ കാലത്താണ്. DC ബുക്ക് ഇത്രയും വികസിച്ചിട്ടില്ല. ബുക്ക് ക്ലബ് ആയിരുന്നപ്പോഴത്തേക്ക് 10-15 രൂപയ്ക്ക് 3 പുസ്തകം കിട്ടുമായിരുന്നു. അന്ന് ഈ 20,000 ലീഗ്സ് അണ്ടർ ദ സീ എന്നുള്ള നോവലുണ്ട്, ജൂലി വെർണയുടെയാണ്. ആഴിക്കടിയിൽ എന്നുള്ള പേരിൽ ബുക്ക് ക്ലബിൽ കൂടെ പുസ്തകം ഇറങ്ങിയെന്നുള്ളതാണ്. അത് DC ആയിട്ട് ബന്ധമുണ്ട് അതിനുള്ള. അപ്പം ഞാൻ അറിയപ്പെടുന്ന ആളൊന്നും അല്ല, വലിയ പ്രഗത്ഭനും അല്ലെങ്കിൽ പോലും DCക്കുള്ള ഒരു പ്രത്യേക മേന്മ എന്ന് പറയുന്നത് കഴിവിന് എനിക്ക് വ്യക്തിയല്ല, കഴിവിനെ. അപ്പോൾ ഈ ആഴിക്കടി എന്നുള്ള പുസ്തകം വായിക്കാൻ കൊടുത്തത് ഇടമുറുകാണ്. ഇടമുറുക അവിടെ അന്തേവാസിയായിട്ട് കഴിയുക, DCയുടെ അന്തേവാസിയാണ്. അദ്ദേഹം വായിക്കാൻ കൊടുത്തപ്പോൾ അദ്ദേഹം വായിച്ച് ഇഷ്ടപ്പെട്ടു, പബ്ലിഷ് ചെയ്യപ്പോൾ ആണെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെയാണ് ആകുന്നത്. അപ്പം DC ബുക്സിൻ്റെ വിശ്വാസം തുടങ്ങിയപ്പോഴത്തേക്ക് എത്രയോ വലിയ ആൾക്കാർ മലയാളത്തിലുണ്ടെങ്കിൽ പോലും എന്നെ അതിൽ സാധാരണക്കാരനെ ആ ബുക്ക് ഏൽപ്പിച്ചു തർജ്ജമ ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങയുടെ എളിമയുള്ള വ്യക്തിത്വമാണ് അങ്ങ് ഇങ്ങനെ പറയുന്നത്. പക്ഷേ പ്രേക്ഷകർക്കും എല്ലാം അറിയാം അങ്ങ് ഒരു വലിയ വ്യക്തിത്വത്തിനുടമയാണ്, തികഞ്ഞ ഭാഷാ സ്നേഹിയാണ്, ഭാഷാ പണ്ഡിതനാണ്. പിന്നീട് അങ്ങോട്ട് DC ബുക്സിൽ കൂടെ മറ്റേ കുറ്റവും ശിക്ഷയും, പിന്നെ ലാസ്റ്റ് പോയി ഇംഗ്ലീഷ് നോവലാണ്, ത്രില്ലർ നോവലാണ്, അതിൻ്റെ അവസാനത്തെ മോഹിക എന്ന് പറഞ്ഞുകൊണ്ടേ ആയി. പിന്നെ അതുപോലെ തന്നെ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റിൻ്റെ ഇങ്ങനെയുള്ള നോവലുകളൊക്കെ തർജ്ജമ ചെയ്യുന്നുണ്ട് DC വേണ്ടിയാണ്. പിന്നെ അവസാനമായിട്ടാണെങ്കിൽ എമ്മിൻ്റെ 3 പുസ്തകങ്ങൾ. ആ ബുക്കിൻ്റെ പേര് ഈ അപ്രൻറ്റീസ് ടു എ ഹ്യൂമാനിറ്റീസ് മാസ്റ്റർ യോഗീസ് ഓട്ടോബയോഗ്രഫി എന്നുള്ളതാണ് ഇംഗ്ലീഷ് ടൈറ്റിലാണ്. അതിൻ്റെ വിവർത്തനമാണ് യുഗു സമക്ഷം ഒരു ഹിമാലയൻ യോഗിയുടെ ആത്മകഥ.
തുടർന്നങ്ങോട്ട് വേറെ 2 ബുക്ക് കൂടെ ചെയ്തു, എമ്മിൻ്റെ തന്നെ. അതിൻ്റെ ഇംഗ്ലീഷ് ടൈറ്റിൽ ജുവൽ ഇൻ ദ ലോട്ടസ് ഡീപ്പർ ആസ്പെക്ട്സ് ഓഫ് ഹിന്ദുയിസം എന്നാണ് അതിൻ്റെ ടൈറ്റിലാണ്. അത് ഹൃദയകമലത്തിൽ രത്നം എന്നുള്ള രത്നം സനാതനധർമ്മത്തിൻ്റെ ശാശ്വത മൂല്യം എന്നുള്ള പേരിൽ മലയാളത്തിൽ തർജ്ജമ ചെയ്തു. പിന്നെ മറ്റൊരു 3ാമത്തെ കൃതി എന്ന് പറയുന്നത് വിഷ്ണു ഓഫ് ദ ഋഷീസ് എന്നുള്ള പുസ്തകമാണ്. ഋഷീസ് എന്ന ദിവ്യർസ് എന്നുള്ള പേരിലാണ് മലയാളത്തിൽ വരുന്നത്. ഈ 3 പുസ്തകങ്ങളും തർജ്ജമയുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായെന്നുള്ളതാണ്. ശരിക്കും അങ്ങയിലൂടെ ശ്രോതാക്കൾക്കും അത് വായിക്കാനുള്ള ഒരു ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ അനുയോജ്യം സാർ. എന്തോ ദൈവനിയമമാണെന്ന് തോന്നുന്നുണ്ട്, അല്ലാതെ എന്നെ തേടി പിടിക്കേണ്ട കാര്യമില്ലല്ലോ ആണ്. സാർ, ഇങ്ങനെ വിവർത്തനം ചെയ്യുമ്പോൾ അങ്ങക്ക് എപ്രകാരമുള്ള ആത്മസംതൃപ്തിയാണ് കിട്ടുന്നത്, ഒന്ന് പറയാം? വിവർത്തനം ഞാൻ ചെയ്യുമ്പോഴത്തേക്ക് സമർപ്പണ ബുദ്ധിയോടുകൂടി ഒരു വിവർത്തന പരകായ പ്രവേശനമാണല്ലോ. തീർച്ചയായും. അപ്പോൾ ആ കൃതി ഉള്ളിലേക്ക് കയറി ചെന്നിട്ട് അതിനെ ഏത് കൃതിയിലേക്ക് ചെയ്യപ്പെടുന്നുണ്ടോ 2 ഭാഷ, സ്രോതഭാഷ, ലക്ഷ്യഭാഷയുണ്ട്. ലക്ഷ്യഭാഷയിലേക്ക് ചെയ്യുമ്പോഴത്തേക്ക് സ്രോതഭാഷയുടെ ആത്മാവ് കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. എളിയ തോതിൽ ശ്രമം ചെയ്യുന്നു. തപസ്യാണ് വാസ്തവത്തിൽ തീർച്ചയായും തർജ്ജമ ചെയ്യുന്നത്. സാർ, അതുപോലെ തന്നെ അങ്ങിപ്പോൾ ഏറ്റവും പുതുതായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതുണ്ട്, ഞങ്ങളുടെ പ്രേക്ഷകരുടെ ഇതിലേക്ക് കേട്ടോ ഒന്ന് പറയാമോ? മാനസ. ഇപ്പോൾ ഏറ്റവും പുതുതെന്ന് പറയുന്നത് മഞ്ജു വെള്ളായണി, കേരള കൗമുദിയിലെ മഞ്ജു വെള്ളായണിയുടെ മാനസ കൈലാസം എന്നുള്ള യാത്രാവിവരണമാണ്. 350 പേജുണ്ട്. അത് ഇന്ത്യയിലെ മാനസ കൈലാസം എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു ഇഷ്യൂവിൽ, ഈ കേരള ജോലി ഒരു ഇഷ്യൂവിൽ അത് വന്നു തുടങ്ങി. ഈ മാസം മുതലാണ്, ജൂലൈ മാസം മുതൽ അത് തുടങ്ങിയാണ്. അതുപോലെ തന്നെ അങ്ങക്ക് ഒരുപാട് പേര് നേടിത്തുന്ന ഒന്നാണ് സതീഷ് ബാബു സാറിൻ്റെ പേരമരം ഹിന്ദിയിലേക്ക്. ആ ഒരു ഇതൊന്ന് പറയാമോ? അത് ആ കഥകൾ വായിക്കാനിടയായാണ്. അപ്പോൾ ഒരു കഥ തർജ്ജമ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. ഇഷ്ടപ്പെട്ട ഓരോ ചെയ്തുകൊണ്ടിരുന്നതാണ്. അങ്ങനെ അദ്ദേഹം ഇപ്പം പുസ്തകം പബ്ലിഷ് ചെയ്യുക എന്നുള്ളത് പ്രോബ്ലമാണ്. അപ്പം ഒടുവിൽ പബ്ലിഷ് കിട്ടുകയും പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. അതിൻ്റെ പുസ്തകം റിലീസായിട്ടില്ല, പക്ഷേ പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞു, ആൾക്കാർ വായിച്ചു തുടങ്ങിയിട്ടുണ്ട്. വലിയ നല്ല കമൻറ്റ്സ് അതിനെപ്പറ്റി ഒക്കെ വരുന്നുണ്ട്. സാർ, അങ്ങയുടെ ജീവിതത്തിലെ മറ്റൊരു പൊൻതൂവൽ എന്ന് ഞാൻ വിശേഷിപ്പിക്കും. കാരണം ഡോക്ടർ ഇന്ദിരാ ബാലചന്ദ്രൻ എഴുതിയ ഗായത്രി മന്ത്രം അങ്ങ് അത് വിവർത്തനം ചെയ്ത് രാഷ്ട്രപതി ഭവനിൽ വെച്ച് അത് റിലീസ് ചെയ്ത ആ ഒരു അനുഭവം പ്രേക്ഷകരുമായിട്ട് ഒന്ന് പങ്കുവയ്ക്കും. ഡോക്ടർ ഇന്ദിരാ ബാലചന്ദ്രൻ പ്രൊഫസർ ബാലചന്ദ്രൻ്റെ പത്നിയാണ്. അദ്ദേഹത്തിൽ കൂടെയാണ് പരിചയപ്പെടുന്നത്. ഈ പുസ്തകം തർജ്ജമ ചെയ്യാൻ കാരണമാകുന്നതാണ്. ബുക്കിൻ്റെ പേര് ഗായത്രി മന്ത്രം സർവേദ സാരം എന്നുള്ളതാണ്, മലയാളത്തിൽ ടൈറ്റിലാണ്. അത് ഹിന്ദിയിൽ ഗായത്രി മന്ത്രം സർവേദ സാരം എന്നുള്ളതാണ് ചെയ്യുന്നുണ്ട്. ഈ പുസ്തകങ്ങൾ രാഷ്ട്രപതിയാണ് റിലീസ് ചെയ്തത്, ഡൽഹിയിൽ വെച്ചാണ്. അപ്പോൾ ഇന്ത്യൻ ഭാരതീയ ഭാഷകളിൽ ഒരു സ്ത്രീയും ഈ ഗായത്രി മന്ത്രത്തെ പറ്റി എഴുതാനുള്ള ശ്രമം നടത്തിയിട്ടില്ല. ആരും ഇങ്ങനെ അതിനെ അധികരിച്ച് പഠനം നടത്തിയിട്ടില്ലെന്നുള്ളതാണ്. എന്താ വെച്ചാൽ അന്ധവിശ്വാസമായിരിക്കും എൻ്റെ പേരിലും തോന്നുന്നുണ്ട്. പക്ഷേ ഈ സ്ത്രീയാണ് ആദ്യമായിട്ട് ഗായത്രി മന്ത്രത്തെ പറ്റിയുള്ള ഒരു വ്യാഖ്യാനം ഭാരതീയ ഭാഷയിൽ എഴുതിയിട്ടുള്ളതാണ്. ഇപ്പം നല്ലൊരു പുസ്തകം വായിക്കുകയും അത് തർജ്ജമ ചെയ്തു. കൃഷ്ണ പ്രേരണയും ഉണ്ടായിരുന്നു. പ്രൊഫസർ ബാലേന്ദ്രൻ്റെ പ്രേരണയും ഉണ്ടായിരുന്നു ഇതിൽ. സർ, അങ്ങയുടെ പാണ്ഡിത്യവും കഴിവും വെച്ച് തുറന്നൊരു ചോദ്യം ചോദിക്കട്ടെ. എനിക്ക് തോന്നുന്നു അങ്ങ് സ്വന്തമായിട്ട് മൂലകൃതികൾ രചിക്കാതെ വിവർത്തന രംഗങ്ങളിലേക്ക്, വിവർത്തക മേഖലയിലേക്ക് കടന്നു ചെന്നു. അതെന്തുകൊണ്ടാണ് സർ? ഒന്ന് പങ്കുവയ്ക്കാം. അത് പറയുമ്പോൾ വേറെ സംഭവത്തെ പറ്റി ഓർമ്മിപ്പിക്കേണ്ടി വരും. തീർച്ചയായും. ഉദാഹരണമായിട്ട് ഞാൻ ഒരു സ്റ്റാച്യൂവിൽ വെച്ച് നിൽക്കുമ്പോഴത്തേക്ക് അതിൽ കടന്നു പോകുമ്പോൾ അവിടെ ഗുപ്തനാർ സാറും DC കിഴക്കമുറിയും അദ്ദേഹം രണ്ടു സംസാരിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ കടന്ന് ബഹുമാനം ഒരാൾ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് ഗുപ്തദാസ് എന്നെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഒരു തമാശയ്ക്ക് പറഞ്ഞു, ഇനി തങ്കപ്പനാരെ ഒരു ഒറിജിനൽ വർക്കൊക്കെ എഴുതാൻ കേട്ടോ. അപ്പോൾ ആ കാലത്ത് 2-3 വർക്ക് വന്നു കഴിഞ്ഞു, DC ബുക്സ് കൂടെ വിശ്വസാഹിത്യ തർജ്ജമകളൊക്കെയാണ്. പക്ഷേ അതിൻ്റെ ചിന്ത കുഴപ്പമുണ്ടാക്കിയാണ്. വീട്ടിൽ എനിക്ക് ഉറക്കം വരുന്നില്ല ആലോചിച്ചപ്പോഴത്തേക്കാണ്. ഞാൻ ആലോചിച്ചപ്പോഴത്തേക്ക് എന്നെക്കൊണ്ട് നല്ലൊരു കൃതി ചമയ്ക്കാൻ ഒക്കില്ല. 5-ാം കടയോ 10-ാം കടയോ 20-ാം കടയോ ഒക്കെ ഉള്ളൂ. എന്തായാലും 1-ാം കട 2-ാം കട 3-ാം കട എന്നെക്കൊണ്ട് ഒക്കില്ലെന്ന് എനിക്ക് തന്നെ അറിയാമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു മഹാന്മാരായ എഴുത്തുകാരുണ്ട്, അപ്പോൾ അവരുടെ മുകളിൽ താഴെ ഒരു പേരോട് വരുമല്ലോ, അതുകൊണ്ട് വിവർത്തനമാണ്. അങ്ങനെ ഓർത്ത് നിൽക്കുകയായിരുന്നു മനസ്സിലായി. സർ, അങ്ങനെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അത് വിവർത്തക മേഖലയിൽ അങ്ങ് തിളങ്ങുന്ന ഒരു നക്ഷത്രമാണ്. പക്ഷേ അങ്ങയുടെ ഈ ഒരു ചിന്താഗതി കൊണ്ട് നമുക്ക് വരും തലമുറയ്ക്ക് ഒരു നല്ലൊരു രചയിതാവിനെ നഷ്ടപ്പെട്ടു, ഈ ഒരു ചിന്താഗതി കൊണ്ട് അത് നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഇല്ല അങ്ങയുടെ ശിഷ്യസമ്പത്തും അതല്ല പ്രതിഭകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വിവർത്തനം കിട്ടാനുള്ള പ്രയാസമാണ്. അതുകൊണ്ടാണ് അത് വിവർത്തനം ഏതെങ്കിലും മറ്റൊരു ഭാഷയിലേക്ക് അറിയുള്ള ആൾക്കാരാണ്. തീർച്ചയായിട്ടും അവിടെയും ഒരു ഭാഷ സ്നേഹിയെ, ഒരു ഭാഷ അധ്യാപകൻ മാതൃഭാഷ സേവിക്കുകയാണ്. മറ്റൊരു ഭാഷ തർജ്ജമയും മാതൃഭാഷയെ സേവിക്കുന്നത്
മാതൃഭാഷയെ തർജ്ജമ ചെയ്യുമ്പോഴും മാതൃഭാഷയെ സേവിക്കുന്നു. സർ, മാതൃഭാഷയോടാണോ അങ്ങേക്ക് കൂടുതൽ ഇഷ്ടം, രാഷ്ട്രഭാഷയോടാണോ അങ്ങേക്ക് കൂടുതൽ താല്പര്യം? ഏറ്റവും സ്നേഹം മാതൃഭാഷയോട്, രാഷ്ട്രഭാഷയോട്. വിശ്വഭാഷയായ ഇംഗ്ലീഷിനോടും സ്നേഹമുണ്ട്. തികഞ്ഞ ഒറ്റ വാക്കി പറയാം, ഒരു ഭാഷാ സ്നേഹി. ത്രിഭാഷാ സ്നേഹി എന്ന് വേണമെങ്കിൽ പറഞ്ഞോളുവാണെങ്കിലാണ്. തീർച്ചയായിട്ടും സർ. അങ്ങേക്ക് കിട്ടിയ പുരസ്കാരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഗാന്ധി സ്മാരക പുരസ്കാരം, അങ്ങനെ ഒട്ടനവധി പുരസ്കാരങ്ങളുണ്ട്. ഈ പുരസ്കാരങ്ങൾ ലഭിക്കുമ്പോൾ അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? ഈ പ്രവർത്തനം സഫലമായെന്നൊരു തോന്നില്ല. പ്രവർത്തനം സഫലമായെന്ന്, അല്ലാതെ ഒരു അഹങ്കാരം തോന്നാറില്ല ഒരിക്കലുമാണ്. കൂടുതൽ വിനയാനിതനാണ് കരുതുന്നത്. തീർച്ചയായിട്ടും ഓരോ പുരസ്കാരങ്ങളും അങ്ങയുടെ വിനയത്തെ കൂടുതൽ ഉണർത്തുന്നത്. തീർച്ചയായിട്ടും. മലയാളത്തിലേക്ക് സർ, മലയാള കാവ്യങ്ങളിലേക്ക് അങ്ങ് ഇപ്പോൾ പറഞ്ഞ പോലെ ഒന്ന് പറയാം. അത് ആദ്യമായിട്ട് പി രവികുമാർ സാറിൻ്റെ കേരള എഡിറ്ററായിരുന്നു അദ്ദേഹം. ഇതിൻ്റെ നച്ചിക്കേതസ് എന്നുള്ള കാവ്യം, ആ നച്ചിക്കേത എന്നുള്ള പേരിൽ ഇന്ത്യയിൽ വന്നു എന്നുള്ളൂ. അതിന് അവാർഡ് കിട്ടുകയും ചെയ്തു. മാത്രമല്ല ആ കാവ്യത്തെപ്പറ്റി ധാരാളം പേര് നിരൂപരും, വടക്കിൽ നിരൂപന്മാരാണ്. അവരിൽ പ്രധാനപ്പെട്ട നിരൂപൻ എന്ന് പറയുന്നത് ഈ പ്രിയങ്ക പത്രികയുണ്ട്, അതിൻ്റെ എഡിറ്റർ രാംകുമാർ വർമ്മ, ഡോക്ടർ സുരേന്ദ്ര വർമ്മ, അതുപോലെ ഡോക്ടർ മോഹൻലാൽ ബാബുൽക്കർ, അവർ മലയാളത്തിലെ ഗാനരചയിതാവ് ഡോക്ടർ മധു വാസുദേവൻ, നീല തുടങ്ങിയവരെല്ലാം അതിന് നിരൂപണം ചെയ്ത ആൾക്കാരും മറ്റുമൊക്കെയാണ്. അത് മാത്രമല്ല കേരളത്തിൽ വലിയ മഹാപണ്ഡിതനായ ഡോക്ടർ ആർസു ഒക്കെ അതിനെപ്പറ്റി വളരെ പൂഴ്ത്തി. പിന്നെ വി രവികുമാറിൻ്റെ വേറൊരു കാവ്യമുണ്ട്, അത് എം ഡി രാമദാസ് എന്നുള്ള കാവ്യമുണ്ട്. അതിൻ്റെ തർജ്ജമ വന്നിട്ടുണ്ട്. അതിനൊരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അത് ഭാരത പത്രികയുടെ പ്രഥമ വിവർത്തന പുരസ്കാരം അത് കിട്ടി 2015. 2014 തോന്നുന്നു. അതുപോലെ ആരണ്യകം, അത് ഒരിക്കലും പറയാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല. അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? അരണ്യം എന്നുള്ളതാണ് ഹിന്ദി നോവലാണ്, ഹിമാംശു ജോഷിയുടെ നോവലാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെയും ടിബറ്റിൻ്റെയൊക്കെ ബോർഡറായിട്ടുള്ള ഭാഗമാണ്. ഇന്ത്യ തന്നെയാണെങ്കിലും അതിൻ്റെ ഇടയ്ക്കുള്ളതാണ്. അപ്പോൾ ആ ഒരു ഭാഗമാണ്. വളരെ ആദ്യം കൊടികുത്തി വാഴുന്നൊരു സ്ഥലമാണ്, ഗ്രാമമാണ്. അവിടെ ജനങ്ങൾ അവരെ ചൂഷണം ചെയ്യപ്പെടുന്നത്, അവരുടെ ജീവിതമൊക്കെയാണ് ഈ അരണ്യം എന്നുള്ള നോവൽ വരുന്നത്. വളരെ നല്ല നോവലാണത്. അത് ആരണ്യം എന്നുള്ളത് അത് പരിധി പബ്ലിക്കേഷൻസാണത് പബ്ലിഷ് ചെയ്തതാണ്. ഭാഷാസ്നേഹിയും ഭാഷാ അധ്യാപകനും നല്ല വിവർത്തകനുമായ പ്രൊഫസർ ഡി തങ്കപ്പൻ നായർ സാറുമായിട്ടുള്ള അഭിമുഖ സംഭാഷണം ഇവിടെ തീരുന്നില്ല. അടുത്ത വെള്ളിയാഴ്ച വീണ്ടും അദ്ദേഹം ബി പോസ്റ്റ് പ്രേക്ഷകരോടൊപ്പം ഉണ്ടാവും. അതുവരെ നന്ദി, നമസ്കാരം. നമസ്കാരം. ഭാഷാസ്നേഹിയും ഭാഷാ അധ്യാപകനും വിവർത്തകനുമായ പ്രൊഫസർ ഡി തങ്കപ്പൻ നായർ സാർ ബി പോസ്റ്റുകൾ ഇന്നും നമ്മോടൊപ്പം ഉണ്ട്. സ്നേഹപൂർവ്വം നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സ്വാഗതം സാർ. സാർ, അങ്ങയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ അങ്ങയുടെ ഔദ്യോഗിക ജീവിതം തുടങ്ങുന്ന ഒരു റെയിൽവേ ഉദ്യോഗസ്ഥനായിട്ടാണ്. പ്രേക്ഷകരുടെ അറിവിലായിട്ട് അതൊന്ന് സംസാരിച്ചു തുടങ്ങാം. ഡൽഹിയിൽ നോർത്ത് റെയിൽവേ ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ട്, അതെ, അവിടെയാണ് തുടങ്ങുന്നത്. എങ്ങനെയാണ് സാർ, എങ്ങനെയാണ് അവിടെ എത്തപ്പെട്ടത്? ഇത്തരത്തിലൊരു ഭാഷാസ്നേഹി അവിടെ എത്തപ്പെട്ടത്? എൻ്റെ മൂത്ത സഹോദരൻ ഡൽഹിയിലുണ്ടായിരുന്നു, അങ്ങനെ അവിടെ എത്താൻ കാരണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ആഗ്ര യൂണിവേഴ്സിറ്റിയുടെ കീഴിലൊരു കോളേജുണ്ട്, MMS കോളേജ് ഗാസിയാബാദ് എന്ന് പറയും. ഇപ്പോൾ ഗാസിയാബാദിലാണ് MA ഒക്കെ പഠിച്ച് ഹിന്ദി പഠിച്ചതാണ്. അപ്പോൾ ആ കാലത്ത് ഇന്ത്യയിലെ എഴുത്തുകാരുമായിട്ടൊക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഡോക്ടർ JC റായ് പോലുള്ള ആൾക്കാരെ ശിഷ്യനാകാൻ കഴിഞ്ഞു. അത് വലിയ മുതൽക്കൂട്ടാണ്. മാത്രമല്ല ഹിമാംശു ജോഷി സാപ്താ ഹിന്ദുസ്ഥാൻ്റെ എഡിറ്ററൊക്കെ ആയിരുന്നാണ് അദ്ദേഹം സമ്പർക്കം. അങ്ങനെയാണ് എഴുത്തിൻ്റെ മേഖലയിലേക്ക് വരാൻ സഹായിച്ചത്. ഇന്ത്യയുടെ ആഗ്രഹമുണ്ടായിരുന്നു. ആണ് സാർ, മലയാള കാവ്യങ്ങളിലേക്ക് അങ്ങ് ഇപ്പോൾ പറഞ്ഞ പോലെ ഒന്ന് പറയാം. അത് ആദ്യമായിട്ട് പി രവികുമാർ സാറിൻ്റെ കേരള എഡിറ്ററായിരുന്നു അദ്ദേഹം. ഇതിൻ്റെ നച്ചിക്കേതസ് എന്നുള്ള കാവ്യം, ആ നച്ചിക്കേത എന്നുള്ള പേരിൽ ഇന്ത്യയിൽ വന്നു എന്നുള്ളൂ. അതിന് അവാർഡ് കിട്ടുകയും ചെയ്തു. മാത്രമല്ല ആ കാവ്യത്തെപ്പറ്റി ധാരാളം പേര് നിരൂപരും, വടക്കിൽ നിരൂപന്മാരാണ്. അവരിൽ പ്രധാനപ്പെട്ട നിരൂപൻ എന്ന് പറയുന്നത് ഈ പ്രിയങ്ക പത്രികയുണ്ട്, അതിൻ്റെ എഡിറ്റർ രാംകുമാർ വർമ്മ, ഡോക്ടർ സുരേന്ദ്ര വർമ്മ, അതുപോലെ ഡോക്ടർ മോഹൻലാൽ ബാബുൽക്കർ, അവർ മലയാളത്തിലെ ഗാനരചയിതാവ് ഡോക്ടർ മധു വാസുദേവൻ, നീല തുടങ്ങിയവരെല്ലാം അതിന് നിരൂപണം ചെയ്ത ആൾക്കാരും മറ്റുമൊക്കെയാണ്. അത് മാത്രമല്ല കേരളത്തിൽ വലിയ മഹാപണ്ഡിതനായ ഡോക്ടർ ആർസു ഒക്കെ അതിനെപ്പറ്റി വളരെ പൂഴ്ത്തി. പിന്നെ വി രവികുമാറിൻ്റെ വേറൊരു കാവ്യമുണ്ട്, അത് MD രാമദാസ് എന്നുള്ള കാവ്യമുണ്ട്. അതിൻ്റെ തർജ്ജമ വന്നിട്ടുണ്ട്.
അതിനൊരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അത് ഭാരത പത്രികയുടെ പ്രഥമ വിവർത്തന പുരസ്കാരം അത് കിട്ടി 2015 2014 തോന്നുന്നു. അതുപോലെ ആരണ്യകം, അത് ഒരിക്കലും പറയാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല. അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? അരണ്യം എന്നുള്ളതാണ് ഹിന്ദി നോവലാണ്, ഉമാംശു ജോഷിയുടെ നോവലാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെയും ടിബറ്റിൻ്റെയൊക്കെ ബോർഡറായിട്ടുള്ള ഭാഗമാണ്. ഇന്ത്യ തന്നെയാണെങ്കിലും അതിൻ്റെ ഇടയ്ക്കുള്ളതാണ്. അപ്പോൾ ആ ഒരു ഭാഗമാണ്. വളരെ ആദ്യം കുടിയൊത്ത് വാഴുന്നൊരു സ്ഥലമാണ്, ഗ്രാമമാണ്. അവിടെ ജനങ്ങൾ അവരെ ചൂഷണം ചെയ്യപ്പെടുന്നത്, അവരുടെ ജീവിതമൊക്കെയാണ് ഈ അരണ്യം എന്നുള്ള നോവൽ വരുന്നത്. വളരെ നല്ല നോവലാണത്. അത് ആരണ്യം എന്നുള്ളത് അത് പരിധി പബ്ലിക്കേഷൻസാണത് പബ്ലിഷ് ചെയ്തതാണ്. ആരണ്യം എന്നുള്ളതാണ്. അതും അങ്ങയുടെ ഒരു നാഴികക്കല്ലാണെന്ന് ഞാൻ പറയും. അതുപോലെ തന്നെ ഗാനഗന്ധർവൻ നമ്മുടെ ദാസേട്ടനുമായിട്ടുള്ള അങ്ങയുടെ ബന്ധം എടുത്തു പറയേണ്ട ഒന്നാണ്. ദാസേട്ടൻ്റെ കവിതകൾ, അതുപോലെ തന്നെ അങ്ങേ വിവർത്തിച്ച ശാന്തി മന്ത്രം എന്ന് തന്നെ പറയാം. ആ ഒരു രീതിയിൽ വന്നുകൊണ്ടാണ് ദാസേട്ടനുമായിട്ട് ഇത്തരത്തിലുള്ളൊരു അടുപ്പം വന്നത്. ആ ഒരു സംഭവം ഒന്ന് പറഞ്ഞു. വരാൻ കാരണം ഞാൻ സൂചിപ്പിച്ച മുരളീധരൻ സൂചിപ്പിച്ചത്, ആ മുരളീധരൻ താല്പര്യം പ്രകടിപ്പിച്ചു കവിത തർജ്ജമ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ വാങ്ങിച്ചു വായിച്ചു നോക്കട്ടെ. അപ്പോൾ വേറെ തിരക്കായിരുന്നു, വേറെ മാഗസിൻ്റെ മേലുമായിട്ട് തിരക്കായിരുന്നു. അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് കവിത എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഈ യേശുദാസ് ഒരു കവിയെന്ന് ഞാൻ കരുതിയിരുന്നേ ഇല്ല, ഗായകനായിട്ട് മാത്രമേ അറിയാവൂ. അപ്പോൾ ആ കവിത വളരെയധികം ഇഷ്ടപ്പെട്ടു. പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ കവിത്വ ശക്തി മാത്രമല്ല, അതിൻ്റെ ഉള്ളടക്കം, അതിൻ്റെ സന്ദേശമാണ്, മാനവരാശിയോടുള്ള ആ സ്നേഹമാണ്, ശാന്തിയുടെ മന്ത്രം അതിൽ തുളുമ്പൊന്നായിട്ട് തോന്നിയതാണ്. അതാണ് തർജ്ജമ ചെയ്യാൻ കാരണമാണ്. പിന്നീട് മറ്റൊരു കവിത ഇതുപോലെ തന്നെ ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്തു. അതാണ് അത് രണ്ടുമാണ് കൂട്ടി. മാത്രമല്ല പിന്നീട് അദ്ദേഹത്തിൻ്റെ ആത്മകഥ ലേഖനങ്ങളുണ്ടായിരുന്നു. അത് പുസ്തകം ഇറങ്ങിയില്ല. കേരളജ്യോതി മാഗസിനിൽ കൂടി രണ്ട് ജോയിൻ്റ് തർജ്ജമയാണ്. ചന്ദ്രിക ടീച്ചർ അവരുമായി ചേർന്നാണ് തർജ്ജമ ചെയ്തത്. അതിങ്ങനെ മാസാമാസം ഇത് വന്നുകൊണ്ടിരുന്നു. അതും നോർത്ത് ഇന്ത്യയിൽ നിന്ന് വളരെയധികം ആൾക്കാരെ അതിനെ പൂഴ്ത്തിയൊക്കെ സംസാരിച്ചു. പക്ഷെ പുസ്തകമായിട്ട് ഇറങ്ങിയില്ല. എന്തുകൊണ്ട് ഇറങ്ങിയില്ല? അത് ഇറങ്ങുന്നത് ആഗ്രഹിക്കുന്നുണ്ട് അദ്ദേഹം. തീർച്ചയായും സാർ. അതുപോലെ ദാസേട്ടനുമായിട്ടുള്ള ബന്ധമാണ് അങ്ങയുടെ ശതാഭിഷേകം വളരെ ഗംഭീരമായിട്ട് അങ്ങയുടെ ശിഷ്യസമ്പത്തും അങ്ങയുടെ ആരാധകരും വളരെ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരുമായിട്ട് കൊണ്ടാടിയത്. അതൊന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു അവിടെ ചേർത്തണം എന്നുള്ളതാണ്. ദാസേട്ടൻ്റെ ആഗ്രഹമായിരുന്നു. അതാണ് ഒന്ന് എടുത്തു. ഞങ്ങളുടെ ഇന്ത്യൻ സ്വന്തം ഹാളുണ്ട്. എന്നിട്ട് പോലും അവിടെ ചേർത്താൻ കാരണം അദ്ദേഹത്തിൻ്റെ ആഗ്രഹം കൂടിയാണ്, നിറവേറ്റാൻ വേണ്ടിയാണ്. ഭംഗിയായിട്ട് നടത്തി ഒക്കെയാണ്. ശതാഭിഷേകത്തിന് പങ്കെടുത്ത പ്രമുഖരെ ഒന്ന് ഓർമ്മിക്കാമോ? ചുനക്കര രാംകുട്ടി അദ്ദേഹമുണ്ട്, പ്രൊഫസർ സി ജി രാജഗോപാൽ തുടങ്ങി ഒരുപാട് ആൾക്കാരുണ്ട്. ഇങ്ങനെ തുടങ്ങിയ ആൾക്കാർ പലരും പൊന്നാട അണിയിക്കുമ്പോൾ പിന്നെ ഇന്ത്യ PRCയുടെ സെക്രട്ടറി പ്രൊഫസർ മാധവൻകുട്ടി നായർ, പ്രസിഡന്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ പലരൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ പലരും പൊന്നാട അണിയിക്കുമ്പോൾ അങ്ങനെയുള്ള ഭക്തി കൊണ്ട് വളരെ സന്തോഷത നിൽക്കുന്നത് ആ ചിത്രങ്ങളിലൂടെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ശരിക്കും അങ്ങയെപ്പറ്റി പറയുമ്പോൾ വീണ്ടും പറയേണ്ടത്, സ്വയം ഒരു കാര്യം ചെയ്യുന്നതിനോടൊപ്പം തന്നെ, വിവർത്തന രംഗത്ത് നിൽക്കുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് ഒരുപാട് സഹായങ്ങൾ വിവർത്തന മേഖലയിലേക്ക് ചെയ്തു കൊടുക്കാനും ശ്രമിക്കുന്നു. സഹായമല്ല, എനിക്ക് പലരുടെയും സഹകരണം ലഭിച്ചിട്ടുണ്ട് വിവർത്തന മേഖലയിൽ. അതുകൊണ്ട് ആ സഹകരണം മറ്റുള്ളവർ നൽകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പലരെയും രംഗത്തെ കൊണ്ടുവരാനായിട്ട് ഞാൻ കൂടെ തുണ ചെയ്യുന്നു എന്നുള്ളത് സഹായം, അല്ലാതെ സഹായമല്ല, സഹകരണമാണ് അത് ചെയ്യുന്നതാണ്. സഹകരണം നൽകുന്നതാണ്. പലരെയും രംഗത്ത് വരുന്നുണ്ട്. ഉണ്ണിയാർച്ചയെ പറ്റിയുള്ള ഒരു ജീവചരിത്രമുണ്ട്. TG ഹരികുമാർ, തുല്യ സ്മാരക സമിതിയുടെ സെക്രട്ടറിയൊക്കെയാണ് പുള്ളിയാണ്. അപ്പോൾ അതിൻ്റെ തർജ്ജമ ഇപ്പോൾ കേരളജ്യോതി വന്നുകൊണ്ടിരിക്കുകയാണ്, മാസാമാസം വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഞാനും ഡോക്ടർ രഞ്ജി രവിശൈലുമായിട്ടാണ്. എൻ്റെ മകൻ്റെ പ്രായമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് തർജ്ജമ ചെയ്യുന്നത് പുസ്തകങ്ങളൊക്കെയാണ്. അത്തരത്തിലൊരു സൗഹാർദ്ദപരമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. സാർ, അങ്ങോട്ട് ചോദിക്കാനുള്ള നമ്മുടെ ഹിന്ദി പ്രചാര സഭയുടെ കേരള ജ്യോതിയെ പറ്റിയാണ്. ഒന്ന് പറയാം, അതിൻ്റെ പ്രവർത്തനങ്ങളൊന്ന് പറയാമോ? കേരള ജ്യോതിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ നാഷണൽ ഇൻ്റഗ്രേഷനാണ് മുൻകാലം. നമ്മുടെ കേരള ഭാഷയും സംസ്കാരത്തെയും മറ്റ് ജനതയ്ക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഹിന്ദിയുടെ ഒരു മാറ്റർ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ബംഗാളിയിലും മറാഠിക്കും മറ്റ് ഭാഷകളിൽ പോകാൻ സാധ്യതയുണ്ട്. ഉദാഹരണമായിട്ട് ഞാൻ KL പാളിൻ്റെ കവിത സമാഹാരമുണ്ട്, തർജ്ജമ ചെയ്ത് ഹിന്ദിയിലേക്കാണ്. KL പാൽക്കി കഹാനി എന്നും പറഞ്ഞുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു കഥാസമാഹാരം തർജ്ജമ ചെയ്തു, അത് പ്രതീതി കഹാനി പറഞ്ഞുകൊണ്ട്. ഈ രണ്ട് കഥകൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഈ ബുക്കിനെ ആധാരമായിക്കൊണ്ട് മറാഠി തർജ്ജമ വന്നതാണ്. അപ്പം അതുകൊണ്ട് മലയാളത്തിൻ്റെ കവിതയോ കഥയോ ഹിന്ദിയിൽ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റിതര ഭാരതീയ ഭാഷകളിൽ പോകുക എന്നുള്ളതാണ്.
അപ്പോൾ അതുകൊണ്ട് ആ ഒരു സന്തോഷം ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ്. നമ്മളെ കൊണ്ട് എളിയ സേവനം മലയാള ഭാഷ ഹിന്ദി ഭാഷയ്ക്കല്ല, അല്ല ഹിന്ദിക്ക് ചെയ്യുന്നതായിട്ടല്ല, മലയാളം സേവിക്കുക എന്നുള്ളതാണ്, ഹിന്ദി വഴി പോകുന്നതാണ്. ഉള്ളതാണ്. സാർ, അങ്ങയുടെ ജീവിതത്തിലൂടെ നടന്നു പോകുമ്പോൾ മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമാണ് ലീല സർക്കാർ. അങ്ങയുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്, അങ്ങേക്ക് പറയാനുണ്ട്, ഒന്ന് പറയാം. എനിക്ക് വിമർശന പുരസ്കാരം കിട്ടിയപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ലീല സർക്കാരെ പോലുള്ള കിട്ടേണ്ടതാണല്ലോ എന്ന് വിചാരിച്ചാണ്. അപ്പോൾ അടുത്ത അവാർഡ് കൊടുത്ത് അവർക്കായിരുന്നു, അത് എന്നെ വളരെ സന്തോഷിപ്പിച്ചു. ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് ഈ വിവർത്തക മേഖലയിൽ ഒന്ന് പറയാം. വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം വെച്ചാൽ ഇന്ന് സമൂഹം കലുഷിതമായ അന്തരീക്ഷമാണ്. പരസ്പര വൈരാഗ്യങ്ങളും അതുപോലെ പ്രതികാര ബുദ്ധിയും പ്രാദേശിക മനോഭാവവും സംഘടിതമായ രാഷ്ട്രീയവും മതാന്ധതയും ജാതി കുശുവും ഇതൊക്കെ കാരണം ഒരുപാട് കലുഷിതമാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഭാഷകൾ തമ്മിൽ ഒരു ബന്ധം പുലർത്തുന്നതാണ്. അപ്പോൾ ഈ തർജ്ജമ ചെയ്യുന്ന ആൾ ഒരു ഭാഷയെ സംസ്കാരത്തിൽ മറ്റൊരു ഭാഷയെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഇത് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് പരസ്പരം. ഉദാഹരണമായിട്ട് ഇപ്പോൾ വടക്കേലെ ജനസമൂഹത്തെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ പ്രേമിൻ്റെ നോവലുകൾ വായിച്ചാൽ മതിയാവും. തീർച്ചയായും. അതുപോലെ കുട്ടനാടൻ പ്രദേശത്തിലെ ആൾക്കാർ ജീവിതം അറിയണമെന്നുണ്ടെങ്കിൽ തകഴിയുടെ കൃതികൾ വായിച്ചാൽ മതിയാവും. അതുകൊണ്ട് ഈ തർജ്ജമയെക്കൂടെ മാത്രമേ ഒരു ജനതയെയും അവരുടെ സംസ്കാരത്തെയും ഇതര ഭാഷകൾക്ക് അറിയാൻ കഴിയുള്ളൂ. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഈ യോജിപ്പിക്കുന്നൊരു കണ്ണിയാണ് തർജ്ജമ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അറിഞ്ഞോ അറിയാതെ ഒരു വിവർത്തനം ചെയ്യുന്നത് മഹത്തായ സേവനമാണെന്ന് കരുതുകയാണ്. തീർച്ചയായിട്ടും സർ, ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഈ തലമുറയിൽപ്പെട്ട കുരുന്നുകളോട് എന്ത് സന്ദേശമാണ് അങ്ങേക്ക് പറയാനുള്ളത്? അവരെ സ്നേഹിക്കുക, സ്നേഹത്തെ കൂടെ ഉപദേശിക്കാൻ ശ്രമിക്കുക, അവർ നേർവഴി കാട്ടിക്കൊടുക്കുക, ഇതാണ് ചെയ്യേണ്ടതാണ്. സർ, അങ്ങയുടെ മനസ്സിലുള്ള ഒരു സ്വപ്നം ഒന്ന് പങ്കുവയ്ക്കാം. അങ്ങയുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു സ്വപ്നം, ഒരു ആഗ്രഹം, ഇനിയും ചെയ്തു തീർക്കണം എന്നുള്ളൊരു ആഗ്രഹം പറയുന്നത് കുറേ വേൾഡ് ക്ലാസിക്സ് ഒക്കെ ചെയ്തു, മറ്റു ചില പുസ്തകങ്ങളൊക്കെ ചെയ്തു. ഇപ്പോൾ ആഗ്രഹിക്കുന്നത് കൂടുതൽ ഹിന്ദി ചെയ്യണമെന്നുള്ളതാണ്. ഹിന്ദിയിലേക്ക് കൂടുതലാണ്. കാരണം വെച്ചാൽ മലയാളത്തിലേക്ക് എത്രയോ വലിയ വലിയ ആൾക്കാരോട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷേ ഇന്ത്യയിലേക്ക് തർജ്ജമ ചെയ്യുന്നൊരു വിരളമാണ്, എണ്ണത്തിൽ ചുരുക്കമാണ്. അതുകൊണ്ട് ഇനിയുള്ള ശിഷ്ടായുസ്, ഇനി 10-14 വയസ്സ് കഴിഞ്ഞു, ഇനി കുറച്ച് നാളെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ആയുസ് മുഴുവനും ഞാൻ ആഗ്രഹിക്കുന്നത് മലയാളത്തിലെ കൃതികൾ, അത് കഥയായാലും കവിതയായാലും നോവലായാലും എന്തൊക്കെയായാലും കാവ്യങ്ങളായാലും എന്നാൽ പറ്റുന്ന രീതിയിൽ ഹിന്ദിയിലേക്ക് വന്നാൽ കൊള്ളാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ടാണ് ചുനക്കൽ രാമൻകുട്ടിയുടെ എൻ്റെ ഭാരതം എന്നുള്ള ഖണ്ഡകാവ്യം ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്തു. അത് വളരെയധികം ബോംബെയിലുള്ള വളരെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയെന്നാണ്. മാത്രമല്ല ഈ അടുത്ത കാലത്ത് പിന്നെ ഈ എഴുത്തച്ഛൻ്റെ ഹരിനാമ കീർത്തനം ഹിന്ദിയിലേക്ക് വിവർത്തനം ചെയ്തു. എൻ്റെ സുഹൃത്ത് KG ബാലകൃഷ്ണ സാർ അവിടെ ഉണ്ടായിരുന്നു, എൻ്റെ കൂടെയാണ്. ഞങ്ങൾ ജോയിൻ ചെയ്തതാണ് ഹരിനാമ കീർത്തനം. അത് നോർത്ത് ഇന്ത്യൻ പബ്ലിഷേഴ്സാണ്, ജവഹർ പുസ്തകാലയം എന്നുള്ള നോർത്ത് ഇന്ത്യൻ പബ്ലിഷേഴ്സാണ് പബ്ലിഷാണ്. ചുരുക്കര പുസ്തകവും നോർത്ത് ഇന്ത്യൻ പബ്ലിഷ് ചെയ്യായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ KL പോളിൻ്റെ 2 പുസ്തകങ്ങൾ നോർത്ത് ഇന്ത്യൻ പബ്ലിഷ് ചെയ്തതാണ്. സർ, ശശിഭൂഷൺ സാറിൻ്റെ ഒന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ മലയാളത്തിലൊരു കൃതിയുണ്ട്, കേരളീയ കലകൾ എന്നുള്ള പുസ്തകമാണ്. അത് വായിച്ചപ്പോഴത്തേക്ക് വല്ലാതെ അത്രയും വളരെ പാണ്ഡിത്യവും അതിൻ്റെ അറിവും ഗവേഷണ ബുദ്ധിയും കലാസ്നേഹവും ഒക്കെ തുളുമ്പുന്ന ഒരു കൃതിയായിരുന്നു അത്. ആ പുസ്തകമാണ് അത് ഹിന്ദിയിൽ വരേണ്ട പുസ്തകമാണെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഞാൻ മറ്റു ചില കൃതികളുടെ തിരക്കായതുകൊണ്ട്